നമസ്കാരം. ഒരു കാലത്തെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന സാമ്പത്തിക അത്ഭുതമായിരുന്നു കിഫ്ബി. സർക്കാർ ഖജനാവിന്റെ പരിമിതികൾ മറികടന്ന് റോഡുകളും പാലങ്ങളും സ്കൂളുകളും ആശുപത്രികളും അതിവേഗം യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു അതിന്റെ അവതരണം. ഭാവിയിലെ കേരളം എന്ന സ്വപ്നത്തിന്റെ സാമ്പത്തിക എഞ്ചിനായിരുന്നു അതിനെ ഇടതുപക്ഷം അവതരിപ്പിച്ചത്. എന്നാൽ ഇന്ന് അതേ കിഫ്ബിയെ ചുറ്റിപ്പറ്റി ഉയരുന്നത് വികസനത്തിന്റെ കഥകളല്ല, മറിച്ച് കടബാധ്യത, സാമ്പത്തിക സുതാര്യത, അധികാര കേന്ദ്രീകരണം, ക്രമക്കേടുകൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷത്തെ എല്ലാ ഇടപാടുകളിലും വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കിഫ്ബി കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ വിജയ കഥയാണോ അതോ സാമ്പത്തിക വിവാദങ്ങളുടെ പുതിയ അധ്യായമാണോ എന്ന ചർച്ച വീണ്ടും ശക്തമാവുകയാണ്. ഇതിനിടയിൽ തന്നെ കിഫ്ബി കഴിഞ്ഞ 9 വർഷം നടത്തിയ സകല ഇടപാടുകളും ഇഴകീറി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി. കെടുകാര്യസ്ഥത മാത്രമല്ല, പല ഇടപാടുകളിലും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ധവളപത്രത്തിൽ സൂചിപ്പിക്കുന്നത് കണക്കിലെടുത്താണ് ഇത്. ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ പഠനത്തിൽ കിഫ്ബി ഇടപാടുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ധവളപത്ര സമിതിക്ക് ലഭിച്ചിരുന്നില്ല. ചില രേഖകൾ കണ്ടെത്താനുമായിട്ടില്ല. ആവശ്യപ്പെട്ട പല രേഖകളും ലഭിച്ചില്ല എന്ന് നേരത്തെ കിഫ്ബിയിൽ ഓഡിറ്റ് നടത്തിയ സംഘം ഫയലിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇമെയിലുകൾ, ഡിജിറ്റൽ രേഖകൾ, നശിപ്പിച്ച ഫയലുകൾ അടക്കം സകല വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുന്ന ഫോറൻസിക് ഓഡിറ്റിംഗ് ആണ് ധവളപത്ര സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രമക്കേട്, ഫണ്ട് വകമാറ്റൽ, ബന്ധു നിയമനം, ധൂർത്ത് തുടങ്ങിയവ കണ്ടെത്താൻ ഇത് സഹായകരമാകും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കിഫ്ബിയുടെ പല തീരുമാനങ്ങളിലും മന്ത്രിമാർക്ക് വരെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടായിരുന്നു അന്ന് നിയന്ത്രണം. ഇതിൽ എതിർപ്പുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥരടക്കം ധവളപത്ര സമിതിക്ക് വിവരങ്ങൾ കൈമാറിയെന്നാണ് സൂചന. IT പാർക്ക് പോലെ വരുമാനമുണ്ടാക്കാവുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ബജറ്റിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് പണം ചെലവിട്ടതാണ് കിഫ്ബിയെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് വിലയിരുത്തൽ. കുട്ടികളില്ലാത്ത സ്കൂളുകൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു. ഫണ്ട് സമാഹരിക്കാൻ കഴിയുന്നു എന്നതായിരുന്നു കിഫ്ബിയുടെ മികവ്. ഇത്തരം വായ്പകൾ സർക്കാരിന്റേതായി കേന്ദ്രം കണക്കാക്കി തുടങ്ങിയതോടെ ആ പ്രസക്തിയും കിഫ്ബിക്ക് നഷ്ടപ്പെട്ടു. സംശയത്തിന് 10 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അവ യഥാക്രമം: ഉയർന്ന പലിശയ്ക്ക് വായ്പയും മസാല ബോണ്ട് ഇറക്കാൻ ചെലവിട്ടത് 11 കോടി, എടുത്ത വായ്പകൾ ഉപയോഗിക്കാതെ തിരിച്ചടച്ചു, വൻതുകയ്ക്ക് കൺസൾട്ടൻസി കരാറുകൾ, ചില മേഖലകൾക്ക് അധിക ഫണ്ട് വിതരണം, LDF നേതാക്കളുടെ ശുപാർശയിൽ നിയമനങ്ങൾ, ജീവനക്കാർക്ക് വാരിക്കോരി ശമ്പളം, ഔദ്യോഗിക വാഹനങ്ങളുടെ ദുരുപയോഗം, കിഫ്ബി ചെലവിൽ നേതാക്കൾക്ക് വിദേശയാത്രകൾ, പ്രവാസി ചിട്ടി നടത്തിപ്പിൽ പ്രശ്നങ്ങൾ എന്നിവയാണ്. ഇതിനൊക്കെ പുറമെ വൻതുക ചെലവിട്ട് കിഫ്ബിക്ക് ഭൂമിയും കെട്ടിടവും വാങ്ങാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കപ്പെടുകയും ചെയ്യും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന മാർച്ച് 15-നാണ് തിരുത്തപ്പെട്ട് ഈ ഉത്തരവിറക്കിയത്. സെക്രട്ടേറിയറ്റ് എതിർവശത്ത് കിഫ്ബി ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ടെൻഡർ ഒഴിവാക്കി വാങ്ങാൻ തീരുമാനിച്ചത്. കിഫ്ബിയിൽ ശമ്പളം തീരുമാനിച്ച ഫയലുകളിലും അന്വേഷണം വരും. 1.5 ലക്ഷം രൂപയിലേറെ ശമ്പളം വാങ്ങുന്ന 45 പേരുടെ പട്ടിക ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ചീഫ് പ്രൊജക്ട് എക്സാമിനർക്ക് ചീഫ് സെക്രട്ടറിയുടെ ഇരട്ടിയാണ് ശമ്പളം, 5 ലക്ഷം രൂപ. 3 പേർക്ക് ശമ്പളം 3.8 ലക്ഷം രൂപ വീതമാണ്. വിരമിച്ചവർക്ക് പെൻഷന് പുറമെ വാരിക്കോരി ശമ്പളം നൽകുന്നു. രാഷ്ട്രീയമായി അന്വേഷണം നിർണായകമാവുകയാണ്. കാരണം കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ടുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രധാനം. അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അത് വെറുമൊരു സ്ഥാപനത്തിന്റെ ഭരണ പരാജയം എന്ന നിലയിൽ ഒതുങ്ങില്ല. കഴിഞ്ഞ 2 പിണറായി സർക്കാരുകളുടെയും സാമ്പത്തിക നയങ്ങളെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ ആയുധമായി അത് മാറും. അതേസമയം അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. നിയമപരമായ ഉത്തരവാദിത്വം നിർണയിക്കപ്പെടേണ്ടത് തെളിവുകളുടെയും ഔദ്യോഗിക അന്വേഷണ ഫയലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: കേരള വികസനത്തിന്റെ മാതൃകയെ അവതരിപ്പിക്കപ്പെട്ട കിഫ്ബിയുടെ ചരിത്രം ഇനി ഓഡിറ്റ് റിപ്പോർട്ടുകളിലും അന്വേഷണ രേഖകളിലും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളിലും വീണ്ടും എഴുതപ്പെടുകയാണ്. വികസനത്തിന്റെ പേരിലെടുത്ത തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ നേട്ടമായിരുന്നോ അതോ ഭാവി തലമുറകളുടെ ചുമലിലേക്ക് വലിയ സാമ്പത്തിക ബാധ്യത മാറ്റിവെച്ചതോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ 10,000 കണക്കിന് കോടി രൂപയിലേക്ക് ഉയർന്നതായി റിപ്പോർട്ടുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.